നമുക്ക് പോവാം. നീ പോയിട്ട് വാ, തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ശരി മാഡം. എന്താ പാറു, നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടല്ലോ. വീണ്ടും അസുഖം കൂടിയോ? ഇല്ല, നമുക്ക് പോവാം. അപ്പോയിന്റ്മെന്റിന് ഇനിയും സമയമുണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിച്ചെന്ന് പറ. അത് പിന്നെ എനിക്ക് മനസ്സിലായി. ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായി കാണുമല്ലേ? നീ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്ക് പോവാം. നീ എന്തോ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. ഹോസ്റ്റലിൽ വെച്ച് ചോദിച്ചപ്പോ നീ ഒന്നും പറഞ്ഞില്ല. ഇനിയെങ്കിലും പറ, എന്താ കാര്യം? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കൈലാഷ് സാർ അറിഞ്ഞ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്ന ഞാൻ കരുതി. അതിനിപ്പോ എന്താ ഉണ്ടായത്? അച്ഛൻ ഇന്നലെ ഭൂമിക മാഡത്തിനെ വിളിച്ചിരുന്നു. ഇവിടെ നടന്നതിനെ കുറിച്ചൊന്നും അറിയാതെ കൈലാഷ് സാർ വീട്ടിൽ എന്റെ കല്യാണം എത്രയും പെട്ടെന്ന് ഉറപ്പിക്കണമെന്ന് അച്ഛൻ പറഞ്ഞത്. ചേച്ചിയുടെ കല്യാണത്തിന് കൈലാഷ് സാറും കുടുംബവും വരുമ്പോ എന്നോട് സമ്മതം ചോദിച്ച് എല്ലാം ഉറപ്പിക്കാനാ അച്ഛന്റെ ഉദ്ദേശം. ഭൂമിക മാഡം സത്യം പറഞ്ഞില്ലേ? ഇല്ല, ഇപ്പോ ചേച്ചിയുടെ കല്യാണം നന്നായി നടത്തുന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതിയെന്നും എന്റെ കാര്യത്തിന് ഇനി സമയമുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അച്ഛനമ്മയും ഒരുപാട്. സിസ്റ്റർ, ഇന്നലെ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് അറിയാൻ ഇന്ന് വരാൻ ഡോക്ടർ പറഞ്ഞിരുന്നു. ഓ, നിങ്ങളായിരുന്നോ? ഡോക്ടർ റൗണ്ട്സിലാ, വരുമ്പോ വിളിക്കാം. സിസ്റ്റർ, അവരെന്താ ഇങ്ങനെ സംസാരിച്ചിട്ട് പോന്നെ? അത് വിട്ടുകളാ. നീ വന്നേ. നീ എന്തായാലും അച്ഛനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ അച്ഛനോട് സംസാരിച്ച് നമ്മുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. അദ്ദേഹത്തെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. റിസൾട്ട് അറിയാൻ വന്നിരിക്കുക. കൂടെ വന്ന ആള് അവളെ കെട്ടാൻ പോകുന്ന പയ്യനാന്ന് തോന്നുന്നു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്ന കണ്ടില്ലേ? നമ്മുടെ അടുത്ത് വരുന്നവരെ ചികിത്സിക്കുകയാണ് നമ്മുടെ ജോലി, അല്ലാതെ അവരെ സദാചാരം പഠിപ്പിക്കുകയല്ല. അവരോട് കുറച്ച് വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. എനിക്ക് ഇനിയും കുറച്ച് രോഗികളെ കാണാനുണ്ട്. അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. ശരി ഡോക്ടർ. സിസ്റ്റർ, ഡോക്ടർ ഫ്രീ ആയോ? ഈ ആശുപത്രിയിൽ ഈ കുട്ടി മാത്രമല്ല ചികിത്സ തേടി വന്നത്. സമയമാകുമ്പോ ഡോക്ടർ വിളിച്ചോളും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. അതിന് ക്ഷമ എന്താണെന്ന് അറിഞ്ഞാലല്ലേ. ഞങ്ങള് എത്ര വേണമെങ്കിലും കാത്തിരിക്കാം. പാറുവിന് എന്താ കുഴപ്പമെന്ന് മാത്രം പറയാമോ? ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ പേടി നേരത്തെ ഉണ്ടാവണമായിരുന്നു. ഡോക്ടർ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വരുമ്പോ നേരിട്ട് ചോദിച്ചോളൂ. എന്തായാലും നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. സിസ്റ്റർ, ഒന്ന് മിണ്ടാതിരിക്കടോ. സോറി സിസ്റ്റർ, ഞങ്ങൾ കാത്തിരുന്നോളാം. എന്താ പാറു ഇത്? ഇരിക്ക. പ്രിയൻചേട്ടൻ എന്തിനാ എന്നെ തടഞ്ഞത്? ആളോട് എങ്ങനെ സംസാരിക്കണമെന്ന മര്യാദ പോലും ആ സ്ത്രീക്ക് അറിയില്ല. സാരമില്ല, ഒരുപാട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ആളുകളല്ലേ. ജോലിയുടെ എന്തെങ്കിലും ടെൻഷൻ ആയിരിക്കും. അച്ഛനാ? എടുത്ത് സംസാരിക്കും. എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാം. അച്ഛാ, എന്താ മോളെ നിനക്ക് പറ്റിയേ? എന്തോ അസുഖമുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞല്ലോ. നീ ഇപ്പൊ എവിടാ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് തലചുറ്റി, ഒന്ന് ഛർദിച്ചു, അത്രേ ഉള്ളൂ. കഴിച്ചതിന്റെ വല്ല കുഴപ്പമായിരിക്കും.
പേടിക്കാനൊന്നുമില്ല. നീ എന്നെ പേടിപ്പിക്കാതിരിക്കാന്നുള്ള പറയല്ലേ? അയ്യോ അല്ല അച്ഛാ. നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ. അതെ, നീ അന്ന് വിളിച്ച എന്നോട് ഒരു കഷായത്തെ കുറിച്ച് ചോദിച്ചില്ലേ? അതിന് ഫലം ഉണ്ടായോ? ഇല്ല അമ്മേ. അയ്യോ, അപ്പൊ നീ ഇതുവരെ പുറത്തായില്ലേ? ഇല്ല. എന്നിട്ടെന്താ നീ അതിനോട് പറയാത്തത്? ഇനി അത് കൂടുതലൊന്നും വൈകിപ്പിക്കാൻ നിൽക്കണ്ട. ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്രയും വേഗം ചെല്ല്. ഇനി ഡോക്ടറെ കാണാതിരുന്നാൽ ശരിയാവില്ല. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ തന്നെയാ ഉള്ളത്. ഡോക്ടറെ വിളിക്കാനായിട്ട് കാത്തിരിക്കുക. ഓ നന്നായി. ഡോക്ടറോടെ നിന്റെ പ്രശ്നങ്ങളൊക്കെ വിശദമായിട്ട് പറ. അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു. ചില ടെസ്റ്റുകൾ നടത്തിയതിന്റെ റിസൾട്ട് വാങ്ങാനാ ഇന്ന് വന്നത്. ശരി, എന്നാ റിസൾട്ട് കിട്ടിയിട്ടേ എന്നെ ഒന്ന് വിളിച്ച് പറയണേ. ശരി. നീ ഇവിടെ ഒറ്റയ്ക്കാണോ? അല്ല, പ്രിയൻ ചേട്ടനും കൂടെയുണ്ട്. ഓ സമാധാനായി. അവനൊന്ന് ഫോൺ കൊടുത്തേ. അമ്മയാ. ഹലോ അമ്മേ. മോനെ പ്രിയ, ഓ, ഇങ്ങനെ അസുഖം പിടിച്ചിരിക്കുമ്പോഴാ കുടുംബം കൂടെ ഉണ്ടാവേണ്ടത്. കഷ്ടകാലം കൊണ്ട് പാറുവിന്റെ അടുത്തെത്താൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി പകൽ അവള് കഷ്ടപ്പെടുന്നത് കൊണ്ടാ അവക്ക് ഈ അസുഖം വരുന്നതെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അവളെ ഒന്ന് ശുശ്രൂഷിക്കാൻ പോലും കഴിയാത്തതിന്റെ കുറ്റബോധം ഞങ്ങൾക്കുണ്ട്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഒരു മകള് ചെയ്യേണ്ട കടമയാ പാറു ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പേടിക്കുന്ന പോലെ അവക്കൊരു കുഴപ്പമില്ല. നിങ്ങളൊക്കെ അവളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. പാറുവിനെ നന്നായിട്ട് നോക്കണേ മോനെ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പാറുവിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ ലക്ഷ്മിയുടെ കല്യാണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ശരി മോനെ. ഞാൻ പാറുവിന് കൊടുക്കാം. ദാ. അമ്മയ്ക്കിപ്പോ സമാധാനായില്ലേ? ഞാൻ വെക്കട്ടെ? ശരി. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുമ്പോ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ശരി അമ്മ. ദേവി, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അച്ഛനമ്മയും ഒരുപാട് പേടിച്ചായിരിക്കുന്നെ. നിനക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അത്ര ദൂരത്തിലല്ലേ അവരുള്ളത്. അതിന്റെ ഒരു വിഷമം ഉണ്ടാവാതിരിക്കൂ. സാരമില്ല, റിസൾട്ട് കിട്ടി, നിനക്കൊരു കുഴപ്പമില്ലെന്ന് അറിയുമ്പോൾ അവരെ വിളിച്ച് പറയാം. അപ്പൊ അവർക്ക് സമാധാനമായിക്കോളും.